എനിക്ക് എന്തായാലും ദൈവം സഹായിച്ചൊരു എന്തായാലും സ്വന്തമായിട്ട് എനിക്കൊരു വീട് വെക്കും. ഞാൻ ഇപ്പോഴില്ല, 6 മാസത്തിനകം ഞാൻ പറഞ്ഞില്ലേ, സുധിച്ചേട്ടന്റെ മക്കളെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ലെന്ന് പറഞ്ഞു. കിച്ചു ആണെങ്കിലും ഋതപ്പനാണെങ്കിലും രണ്ടുപേരും. ഇപ്പൊ ഋതപ്പം വലുതാകുമ്പോഴത്തേന് എന്തെങ്കിലും പറയുമെന്ന് നമുക്കറിയില്ല. നമ്മൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും കൊള്ളിക്കുന്നത് കൊണ്ടാണല്ലോ അവര് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനല്ല, അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നത്. അതെ അതെ അതെ. അപ്പോ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു തെറ്റായിട്ട് തോന്നുന്നു? ഒരിക്കലും ഇല്ല. പൈസ കിട്ടുന്ന തെറ്റായിട്ട് വല്ലവർക്കും തോന്നുന്നു. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രേണു ലാൻഡ് ചെയ്തു. ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും എടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത് ഇച്ചിരി കഴിഞ്ഞ് ചെയ്യാമെന്ന് ഓർത്ത് എന്താണെന്ന് ചോദിച്ചാൽ, സമയം എടുത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി ഒന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഒന്നും നമുക്ക് ആവശ്യമുള്ളതില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവർ പറയുമ്പോഴത്തേക്ക് ഇത് ഇവർ എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൂടെ ഒന്ന് മനസ്സിലാകണ്ടേ, അങ്ങനെയുള്ള രീതിക്ക്. പിന്നെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഷെബീന ബേബി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ. രേണുവിനെ എടുത്ത് വെച്ച് അലക്കുവാണ്. ഒന്നാമത് എന്നാന്ന് വെച്ചാൽ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, രേണു ഇപ്പം തന്നെ വന്നു ഇനിയിപ്പോൾ ഷെബീന ബേബി അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അവർക്ക് വന്നേച്ച് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ അവരെ പേഴ്സണലായിട്ട് ഒന്ന് വിളിച്ച് പറയും, നിങ്ങളോട് ഞാൻ എന്നാ ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത്, നിങ്ങൾ എന്നെപ്പറ്റി വേണ്ട വർത്താനം പറയാതെ, എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ഈ ഒരു വിഷയങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇട്ട് അലക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ അതിന് മുമ്പേ അവരെ കൊണ്ട് ഇത്തരം പറയിപ്പിച്ചതെന്ന് വെച്ചാൽ കിച്ചുവിനെ കൊണ്ട് അവരാണ് പറയിപ്പിച്ചതെന്നും പറഞ്ഞുകൊണ്ടാണ് അത്രയും വിഷയങ്ങൾ ഉണ്ടാക്കിയത്. പറയുമ്പോൾ അവരെ തെരുത്താത്ത മറ്റത് മുറിച്ചെന്നൊക്കെ പറയും. പക്ഷെ അവരെ പറയുന്നതിൻ്റെ ബാക്കിയാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. അവർക്ക് പറ്റി പലർക്കും പല അഭിപ്രായങ്ങളും കാണും. പക്ഷേ കുറച്ചൊക്കെ രേണു ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അവർ രേണുവിനെ ഇത്രയും റിയാക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഒത്തിരി മോശമായിട്ട് രേണു അവരെ ഒത്തിരി പറഞ്ഞപ്പോഴാണ് അവർ തിരിച്ച് അങ്ങനെ ഓരോന്നൊക്കെ ഇവരെയും പറഞ്ഞത്. പക്ഷേ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി അതിനെപ്പറ്റി ഇവരൊക്കെ ചോദിച്ചപ്പോഴാണ് രേണുവിന് പറയായിരുന്നു, അതൊക്കെ ഞാൻ പിന്നെ സംസാരിക്കാൻ എനിക്ക് ഇച്ചിരി സമയം എടുക്കണം എന്നൊന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഒന്ന് ഈ എയർപോർട്ടിൽ വരും. അതിന് മുമ്പേ രേണു ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ദുബായാണോ അബുദാബിയാണോ എയർപോർട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിന്ന് സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, ഗിഫ്റ്റ് കിട്ടിയതൊക്കെ പലതും അവിടെ കളഞ്ഞേച്ച് വരേണ്ടി വന്നിട്ടുണ്ട്, ഈ പ്രാവശ്യം ഒരു സാധനം അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഷെബീന ബേബി പറയുന്നുണ്ട്. നേരാണോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, കുറേ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി സത്യാവസ്ഥ അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ രേണു അവർക്ക് 3 ഭർത്താവുണ്ട് 4 ഭർത്താവുണ്ടെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ രേണുവിൻ്റെ പല കഥകളും അവർ തെളിവ് സഹിതം പൊക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളൊക്കെ എന്നതൊക്കെ ആയി തീരും എന്നുള്ളത് ദൈവത്തിനറിയാം. കാര്യം നാറാൻ തീരുമാനിച്ചം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യും? ഒന്നാമത് സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ മോഹൻലാലൊക്കെ എന്തോരം പ്രതികരിക്കണം. മോഹൻലാൽ, മഞ്ജു വാര്യർ, ദിലീപ്, കാവ്യ, അവർക്ക് വിവാഹം കഴിഞ്ഞ് എങ്ങനെയെല്ലാം വൃത്തികേടുകൾ വന്ന് എന്തെല്ലാം മോശമായിട്ടുള്ള വെറും ചവറ് വർദ്ധന അവർ വല്ലതും പ്രതികരിക്കാൻ പോകുന്നതോറും ഇത് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമ്മളിങ്ങനെ പ്രതികരിക്കാൻ പോകുന്നതോറും ഇത് രേണു തന്നെയാണ് ഇത് വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അവർക്കൊക്കെ പറയാനുള്ള അവസരങ്ങളും കൊടുത്ത് പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചു പോലും ഇപ്പോൾ ഇങ്ങനെ വന്ന് റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്നതാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾ. കിച്ചുവിനെ ഓരോരുത്തരും വേണ്ടതിനും പറയുന്നു, എല്ലാം കൂടെ കിട്ടി സഹിക്കാൻ വരും. രേണുവിന് പറയുന്നുണ്ട് 22 വയസ്സ് എന്ന ഒരു യുവാവല്ലേ എന്ന് ചോദിക്കേണ്ട, ആ ഒരു യുവാവിൻ്റെ അമ്മ കിടന്ന് കാണിക്കേണ്ട കോലങ്ങളാണോ രേണു കാണിക്കുന്നത്? അതിനെപ്പറ്റിയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്കതെല്ലാം കേൾക്കാവുന്നു. ആദ്യം തന്നെ കിച്ചുവിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടേച്ച് നമുക്കിതിനെ ബാക്കി പറഞ്ഞു പോകാം. സ്വന്തം മക്കള് എന്ത് ചെയ്താലും ചെയ്തില്ലെന്ന് നമുക്ക് അങ്ങനെ തോന്നുന്നു, എന്തെങ്കിലും തോന്നുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് അത് തോന്നുന്നു. നമ്മളെല്ലാം നമ്മുടെ മക്കൾ എപ്പോഴും നന്നായിരിക്കണം, അവരെപ്പോഴും നല്ലതായിട്ട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ നല്ലതായി ചിന്തിക്കത്തില്ല. അപ്പം പിന്നെ അങ്ങനെ ചിന്തിക്കട്ടെ. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും പറ്റുന്നില്ല. അതാണ് ഇതിലിപ്പോൾ ചോദിച്ചിരിക്കുന്നത് കിച്ചു ആ മയക്കുമരുന്നൊക്കെ അഡിക്റ്റ് ആയിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിച്ചു തന്നെ പറഞ്ഞായിരുന്നു. അതൊക്കെ രേണുവിന് അറിയാമോ എന്നാണ് ചോദിച്ചത്. രേണു പറഞ്ഞ് അങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി രേണുവിന് അറിയത്തേ ഇല്ലെന്ന് പറഞ്ഞു. അതിന് രേണു ആ കൊച്ചിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ കൊച്ചുങ്ങൾ വഴിതെറ്റിയാൽ അറിയാമെന്ന്. ആ കൊച്ചു തന്നെ വന്ന് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ രേണു അത് അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി പോയി എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും. കാര്യം കിച്ചു തന്നെ വന്ന് പറഞ്ഞ കാര്യമാണ്, അല്ല രേണു ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല അത്. പക്ഷേ രേണുവിനത് പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ചോദ്യം എന്നായിരിക്കും അറിയാം, അപ്പം നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കും. അതുപോലെ തന്നെ രേണു പറയുന്നുണ്ട്, നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മുടെ അപ്പന്മാരും നമ്മളെ ഒരിക്കലും ഇല്ല രേണു, സ്വന്തം കുഞ്ഞുങ്ങളാണെങ്കിൽ എൻ്റെ മക്കൾ ഇന്നിപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ അവരെ സപ്പോർട്ട് ചെയ്ത് ഒരിക്കലും ഞാൻ നിൽക്കത്തില്ല. അവരെ ഞാനത് പറഞ്ഞ് തിരുത്തി അവരെ ഇതായിട്ട് കൊണ്ടുവരാൻ തന്നെ നോക്കും. രേണു ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ള മൈൻഡിൽ പറഞ്ഞ് രേണു പറഞ്ഞു അവനെ കുറ്റം പറയാം. പക്ഷേ ആ കുഞ്ഞ് അവിടെ വെച്ചാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നല്ലൊരു അമ്മയായിരുന്നെങ്കിൽ ആ കൊച്ചു ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കൊച്ചു പറഞ്ഞാൽ തന്നെ എനിക്ക് അരച്ച് മരിച്ചു പോയപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ അതിനുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ട സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി, പക്ഷേ അതിനൊക്കെ എൻ്റെ അമ്മയാണ് എന്നെ മാറ്റിക്കൊണ്ട് വന്നേ എന്നവിടെ പറഞ്ഞായിരുന്നു. രേണു ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, ആ കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഇത് വെളുപ്പിക്കലായിട്ട് ഇറങ്ങിയേക്കാണ്, വീണ്ടും കൂട്ടുകാർ വെളുപ്പിച്ച് കുളമാക്കി വെച്ചേക്കുവാണ്. അതിന് ബാക്കി ഇനി വെളുപ്പിക്കാനായിട്ട് വന്നേക്കുവാണ്. അത് അതിനേക്കാൾ കുളമാകും. നമ്മുടെ മാതാപിതാക്കൾ മക്കൾ തെറ്റ് ചെയ്താൽ അത് വളം വെച്ച് കൊടുക്കുന്നതല്ല നല്ലൊരു മാതാപിതാക്കൾ അതല്ല. അവരെ തെറ്റിൽ നിന്നും തിരുത്തി നല്ല ഇതിലേക്ക് കൊണ്ടുവരുന്നതാണ് ഒരു മാതാപിതാക്കൾ. അതിനവരെ തല്ലുക തന്നെ വേണമെന്നില്ല. നല്ല വാക്കുകൾ പറഞ്ഞാൽ അവർ നല്ലതായി വരും.
അതൊന്ന് മനസ്സിലാക്കി മാത്രം മതി. അല്ലാതെ ഇങ്ങനെ വെളുപ്പിക്കാൻ നിൽക്കാതെ കേട്ടോ. പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. കർത്താവേ, അത് എന്താ അത് രേണുവിനെ കുറിച്ചൊക്കെ കണക്ട് ചെയ്ത് വരുന്നുണ്ട് ആ ഒരു കണക്ട് ചെയ്യുന്ന ആരാ? എനിക്കറിയത്തില്ല അങ്ങനെ ഒരു പീഡന കാര്യം. എന്നോട് ആരോടൊക്കെ ചോദിച്ചു വല്ല അറിയാമോ? എനിക്കറിയില്ല. അവനങ്ങനെ തെറ്റ് ചെയ്യാണ്ട് അവനങ്ങനെ പറയുമോ? ഞാൻ ഇങ്ങനെ ചിലപ്പോൾ എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരാം എന്ന് അവൻ പറയണമെന്നുണ്ടെങ്കിൽ അയ്യോ, എനിക്കറിയില്ലല്ലോ, അതവിടെ എനിക്കറിയില്ല. ഈ പ്രശ്നം മീഡിയക്കാർ ഇച്ചിരി സ്റ്റാൻഡേർഡുള്ള ചോദ്യം ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ചിലത് പഴയ ടീമൊക്കെ ആ കൂടെ തന്നെയുണ്ട്, അളിഞ്ഞ ചോദ്യങ്ങളും കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ചോദിച്ചേക്കുന്നത് പീഡനത്തിനെ പറ്റി കിച്ചു കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇനി എൻ്റെക്കെതിരെ പീഡനം വരെ ഇറങ്ങിയ പെണ്ണിനെ ഉപദ്രവിച്ചു എന്ന് വരെ എനിക്ക് കേസ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് കിച്ചു പറഞ്ഞത്. അതൊരു പക്ഷേ കിച്ചുവിന് ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ കൊടുത്തതിൻ്റെ ഇതിലായിരിക്കും അങ്ങനെ ഒരു പിന്നാമ്പുറത്തൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് വന്നിരിക്കും. അപ്പോൾ കിച്ചു ആ ഒരു പ്രശ്നം വന്നാൽ അതിന് മുന്നേ കിച്ചു വന്നത് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ട് ഇവർ വന്നാൽ അതൊട്ട് നടക്കാനും പോകുന്നില്ല. കാര്യം എന്നു വെച്ചാൽ കിച്ചു ഇങ്ങനെ നേരത്തെ പറഞ്ഞു പോയി, അത് ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്നുള്ളത് തന്നെ വരികയും ചെയ്യും. അപ്പം അങ്ങനെ ചോദിക്കുന്ന കേട്ടോ, ഈ അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ കിച്ചു ആരെങ്കിലും സ്വന്തമായിട്ട് പീഡിപ്പിച്ചെന്ന് ഒന്ന് പറയും. എൻ്റെ മൊണ്ണകളൊക്കെയാണോ ചോദ്യം ചോദിക്കാൻ നടക്കുന്നത്? ഈ വീഡിയോ ഈ ചോദ്യം ചോദിക്കുന്നവൻ ആരെങ്കിലും ഉപദ്രവിച്ചേച്ച് ഞാൻ ഉപദ്രവിച്ചെന്ന് അങ്ങനെ ഒരു കേസ് എനിക്ക് വരാൻ പോകുന്നെന്ന് പറഞ്ഞ് പബ്ലിക്കിലേക്ക് വന്ന് പറയാൻ നിൽക്കും? ഒരിക്കലും നിൽക്കുകയില്ല. വിട്ടിത്തം പിടിച്ച കുറേ ചോദ്യങ്ങളും കൊണ്ട് അവരുടെ ഇവരെ സത്യം പറഞ്ഞില്ല വീണ്ടും ഈ നെഗറ്റീവ് അടിച്ച് ഇവരെ ഇങ്ങനെ കരിവാരി തേക്കുന്ന ഇവന്മാർ തന്നെയാണ്. എനിക്കിപ്പം സൂയിസൈഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും ആഗ്രഹിച്ചു ഞാൻ സൂയിസൈഡ്, അവള് സൂയിസൈഡ് ചെയ്ത് മതിയായിരുന്നു ആഗ്രഹിച്ചവര് വെറുതെ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്, ഞാൻ മുന്നോട്ട് തന്നെ പോകും. മനസ്സിലായോ? എനിക്കൊരു സോഷ്യൽ മീഡിയയിൽ ഞാൻ എടുത്ത് താഴെ ഇട്ടാൽ പോലും എനിക്ക് അറിയാവുന്ന പണി ചെയ്ത് ഞാൻ ജീവിക്കും. ഇതും എനിക്കറിയാവുന്ന പണി തന്നെ. ഈ ചെറിയ ചെറിയ ആൽബവും കാര്യങ്ങളും ഇനോഗ്രേഷനും ഒക്കെ അറിയാവുന്ന പണി തന്നെ. നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം, സുധിച്ചേട്ടന്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞത് കറക്റ്റാണ്. കാര്യം രേണു അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നുള്ള റിയാക്ഷൻ മീഡിയക്കാർക്ക് മുഴുവൻ അറിയാമായിരുന്നു. മുഴുവനും അറിയാം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ലെന്ന് പറയും. പിന്നെ നിങ്ങൾ എന്നതെങ്കിലും റിയാക്ഷൻ മീഡിയക്കാർക്ക് പണി തരാൻ വേണ്ടി എന്നെങ്കിലും ഒപ്പിച്ച് വെച്ചെങ്കിലും ഉള്ളതെന്ന് മാത്രം. നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചത് നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെയായിരിക്കും. ഒരിക്കലും റിയാക്ഷൻ മീഡിയക്കാർ ആഗ്രഹിക്കത്തില്ല. കാര്യം ഞങ്ങളുടെ അന്നദാതാവാണ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ഞങ്ങൾ സമ്മതിക്കുമോ? ഞങ്ങൾക്ക് അന്നം തിന്മേണ്ടേ, അന്നം കിട്ടണ്ടേ? അപ്പോൾ നിങ്ങൾ തന്നെ ഇല്ലേ പറയും നിങ്ങൾ ഞങ്ങളുടെ അന്നദാതാവാണ്. ആ ദാതാവ് പോകാൻ വേണ്ടി ആരും ആഗ്രഹിക്കുക ഒരിക്കലും ഇല്ല. റിയാക്ഷൻ മീഡിയക്കാർക്ക് എന്നും കണ്ടന്റ് ചെയ്യുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയത്തില്ല. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ സംഭവിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അത് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തൊട്ട് തന്നെ പറയുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ അന്നദാതാവാണ്. ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ അങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ കൂടെ നടക്കുന്നവരൊക്കെ തന്നെയായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് വെച്ച് അവർക്ക് അന്നം മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വെളുപ്പിക്കാനായിട്ട്. പക്ഷെ പറയുന്നത് മൊത്തം വിഡിത്തമാണേ ഉള്ളൂ. മുഴുവൻ വിഡിത്തമാണ് പറയുന്നത്. ഒരറ്റവും മൂലയില്ലാത്ത എന്നതൊക്കെയോ വന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും നെഗറ്റീവ് മേടിച്ച് തന്നിട്ടേ ഉള്ളൂ. അങ്ങ് പുഴുങ്ങുമായിരുന്നു ചിലരൊക്കെ. ഈ ചോദ്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഓരോരുത്തർ ചോദിക്കുമ്പോഴത്തേക്ക് ശരിക്കും ഇരുന്ന് ഇതാകുന്നുണ്ട്. പിന്നെ വെളുപ്പിക്കാൻ വന്ന് ലാസ്റ്റ് അവരൊരു സൈഡിൽ കൂടെ വെളുപ്പിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങളൊരു സൈഡിൽ കൂടെ കർപ്പിച്ചും തുടങ്ങുന്നുണ്ട് അവർ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഏറ്റവും കൂടുതൽ വിമർശനം വന്ന ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതോടുകൂടിയും അതിൽ കുറച്ച് പിന്നെ എന്താ ആളുകളെ ആകർഷിക്കുന്ന രീതി വീഡിയോ ചെയ്തതോടുകൂടിയാണ്. അപ്പൊ അത് ആകർഷിക്കുന്ന രീതി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ആകർഷിക്കും. ഞാൻ പറഞ്ഞോ എല്ലാവരോട് ഓടിവാ എന്നെ സബ്സ്ക്രിപ്ഷൻ ഞാൻ ആരോടും പറയുന്നില്ല. ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു, അവരിപ്പോഴും നിൽക്കുന്നു. ഇപ്പൊ ഓരോ മിനിറ്റിനും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അങ്ങനല്ല. അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നത്. അതെ അതെ. അപ്പോ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു തെറ്റായിട്ട് തോന്നുന്നു? ഒരിക്കലും ഇല്ല. പൈസ കിട്ടുന്ന തെറ്റായിട്ട് വല്ലവർക്കും തോന്നുന്നു. ജോലി ചെയ്ത് പൈസ എനിക്ക് ജോലി ഞാൻ ചെയ്ത് പൈസ കിട്ടും. എന്തിനാണ് തെറ്റായിട്ട്? ആ ലക്ഷങ്ങൾ അക്കൗണ്ടിൽ വന്നോ? ഈ ഒരു മാസം 5 ലക്ഷം രൂപ വെച്ചായോ വരുമാനം? അത് ഇപ്പം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ. ലക്ഷമാണോ ആണല്ലേ നമുക്കൊന്നും അറിയില്ല. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇതിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് അതാണ് കൂടുതൽ വിമർശനം കേൾക്കാൻ കാരണം എന്നുള്ളത്. കിച്ചും ഒരു പരിധി വരെ അതുകൊണ്ടാണ് രേണുവിനെ ഇത്രയും എതിർത്ത് സംസാരിച്ചതും ഇത്രയും അവൻ ഇവരുമായിട്ട് ഒരു കിച്ചുവിൻ്റെ നേതൃത്വത്തിനല്ല രേണു നിൽക്കുന്നത് എന്ന് വരെയുള്ള രീതിക്ക് വന്ന് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പുള്ളിക്കാരി പറയുന്നത് കേട്ടോ, അത് ഞാൻ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ, വേറെ ആയിരുന്നു തുടങ്ങിയവരൊക്കെ എന്നതാ കാണിക്കുന്നത്, അതൊക്കെ തന്നെയാണ് രേണു കാണിക്കുന്നത്. പക്ഷേ അവരൊക്കെ തുടങ്ങി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സുണ്ടുള്ള സത്യം പറയാം. അവഹിതം അത് പറഞ്ഞാലും അതിനൊരു അന്തസ്സുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ അവരാരും അവരുടെ ഭർത്താവിൻ്റെ പേര് വിട്ടോ അല്ലെങ്കിൽ അവരുടെ അപ്പൻ്റെ അമ്മയുടെ പേര് വിറ്റല്ലേ ഇത് ഈ ഒരു കലാകാരൻ്റെ പേരും പറഞ്ഞു വെച്ച് ഞാൻ സുധിച്ചേട്ടന് വേണ്ടി ജീവിച്ചു, സുധിച്ചേട്ടന് വേണ്ടി മരിക്കുന്നു, സുധിച്ചേട്ടൻ അത് കേട്ട് ഉപ്പില്ലാത്ത കഞ്ഞിയില്ലെന്ന് പറഞ്ഞ മാതിരി ഈ രേണുവിൻ്റെ കൂടെ സുധിയില്ലാത്തൊരു കാര്യമില്ല. അതുപോലാണ് അങ്ങ് സുധിച്ചേട്ടൻ പറഞ്ഞാണ് സുധിച്ചേട്ടന് വേണ്ടിയാണ് എല്ലാം ഞാനങ്ങ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ
നിങ്ങളെല്ലാവരും ഇത്രയും റിയാക്ട് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ നിങ്ങളുടെ പേര് മാത്രം വെച്ച് നിങ്ങൾ ആദ്യം മുതലേ നിങ്ങളായിട്ട് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റുള്ളവർ പറഞ്ഞോട്ടെ സുധിയുടെ വൈഫ് അല്ലെങ്കിൽ സുധിയുടെ എന്നുള്ള ഡ്രൈവർ നിങ്ങൾക്ക് വന്നോട്ടെ. പക്ഷെ നിങ്ങൾ തന്നെ ഇങ്ങനെ സ്വയം പുകഴ്ത്തി എന്നാ പറഞ്ഞാൽ ആ പേരില്ലാത്തൊരു കാര്യമില്ല. ആ ഒരു പേര് വിറ്റാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ റിയാക്ഷൻ പിടിക്കാതെ നിങ്ങളെ വിറ്റ് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ സുധിയെ വിറ്റ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും സുധി രേണുവിൻ്റെ ഭർത്താവല്ലേന്ന് ചോദിക്കും. ആ ഭർത്താവിൻ്റെ ഒരു മകനും കൂടെ ഉണ്ട്. ആ മകനും അവകാശമില്ലേ അച്ഛനിൽ? അതന്നെ ആരും പറയാത്തെ. ഈ സുധിന്ന് സുധിക്കൊരു അമ്മയുണ്ട്, അവർക്കൊന്നും അവകാശമില്ല. ഈ സുധി എന്ന് പറയുന്നത് ഈ രേണുവിന് മാത്രമുള്ള ലോകത്ത് അവകാശം. ചില പെണ്ണുങ്ങളൊക്കെ വിചാരം എന്നാണെന്നറിയോ, ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് വിചാരം എന്ന് പറഞ്ഞാൽ ഈ മുഴുവനായിട്ട് തന്നെയാണ് ഈ പുള്ളി ഉണ്ടായി ഇങ്ങോട്ട് വന്നേന്നുള്ളത്. അല്ലാതെ ഒരു അമ്മയുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്കൊരു ഫാമിലി ഉണ്ടെന്നോ അങ്ങനെയുള്ള ചിന്തകളോ ഒന്നുമില്ല. ഇപ്പോൾ എല്ലാവരും പറയും കൊച്ചുണ്ട സമയത്ത് എന്തേ നോക്കിയില്ല വീട്ടുകാരെന്ന് ചോദിക്കും. എന്തുകൊണ്ട് നോക്കുന്നില്ല എന്നുള്ള അവരുടെ ഭാഗം ആരെങ്കിലും കേൾക്കാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടോ? എപ്പോഴേലും ശ്രമിച്ചിട്ടുണ്ട്? ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളാണ് സുധിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതിനെ കൊണ്ടൊക്കെ അവർ മടുത്ത് കാണും. ഷബീന ബീബി പറയുന്നതായിട്ട് ശാലിനിയെ പറ്റി മാത്രമുള്ളവരൊന്നും ഇതായിട്ട് പറയാത്ത, വീണയുടെ കാര്യമാണെങ്കിൽ രേണുവിൻ്റെ കാര്യമല്ല വീട്ടുകാർ പറയുന്നത് കേൾക്കണമെന്നാണ് പറയുന്നത്. അത്രയും മോശമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരനുഭവിച്ച കാര്യങ്ങൾ അവർക്കല്ലേ അറിയത്തുള്ളൂ. ഇവരോട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്നാന്നുള്ളത് അവർക്കല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും അവരിവരൊന്നും മൈൻഡ് ചെയ്തവരൊന്നും അകത്തങ്ങ് നിന്നത്. കാര്യം ഈ തലവേദന ഒന്നും ഏറ്റെടുക്കുക വയ്യ എന്നുള്ള രീതിക്കായിരിക്കാം. പിന്നെ വേറെ കാര്യം, നിങ്ങൾ പറഞ്ഞു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ഒരിക്കലും നിർത്തുകയില്ല, അത് നിങ്ങൾക്ക് വേണം, അത് നിങ്ങൾക്കൊരു വരുമാനമാണ്, പൈസ കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും നിർത്തുമെന്ന്. ഒരു സത്യം ഞാൻ പറയാം, മാന്യമായിട്ടാണെങ്കിൽ മാത്രമേ ഉള്ളൂ, മാന്യമായിട്ട് ജീവിക്കുന്നവർ പൈസ കിട്ടുന്ന ഒരു പരിപാടിക്ക് പോവുള്ളൂ. അല്ലാതെ ഏത് അപരാധവും കാണിച്ച് പൈസ മേടിക്കാം എന്നൊരു മൈൻഡ് ഒരു മനുഷ്യർക്കും ഉണ്ടാകത്തില്ല. നിങ്ങൾ പറയാം നിങ്ങളുടെ ജോലിയെന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്നാണ് റിയാക്ഷൻ മീഡിയക്കാരെ കുറ്റം പറയാനുള്ള അവകാശം? ഒരു അവകാശമില്ല, നിങ്ങൾക്ക് ഒരു അവകാശമില്ല. കാര്യം മറ്റുള്ള വീടുകളിൽ അവർക്ക് അരി മേടിക്കേണ്ട പൈസയായിരിക്കും ഒരുപക്ഷെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നുണ്ടാക്കുന്നത്, ഇല്ലേ? അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം 49 രൂപ 48 രൂപയൊക്കെ അങ്ങനെ കണ്ടായിരുന്നു ഇവർ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ഇതിൽ ചെയ്തേക്കുന്നവർക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഓട്ടോമാറ്റിക്കലായിട്ട് രേണുവിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ പോയിക്കൊണ്ടിരിക്കും. ആ പൊട്ടന്മാരോട്ട് അറിയത്തുമില്ല, അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരിക്കും. അവർക്ക് ഇത് പൈസ കൊടുത്താലല്ലേ ഇനി അടുത്ത കാണത്തുള്ളതായിരിക്കും അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമല്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓരോ പ്രാവശ്യം ഈ ഓരോ മാസമാണെങ്കിൽ ആ ഓരോ മാസവും നിങ്ങൾ ഇനിയിപ്പോൾ എത്ര എമൗണ്ട് ആണോ അവർ ഇടുന്നതെന്ന് വെച്ചാൽ അതേ എമൗണ്ട് തന്നെയായിരിക്കും അവരുടെ അക്കൗണ്ടിലോട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ പോലും അറിയാതെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അത് വലിയ അഭിമാനത്തോടുകൂടിയാണ് പുള്ളിക്കാർ പറയുന്നത്. അത് നല്ല തൊഴിലാണ്. റിയാക്ഷൻ വീഡിയോ മാത്രമാണ് മോശപ്പെട്ടത്. റിയാക്ഷനോളികൾ എന്നൊക്കെയാണ് പുള്ളിക്കാർ വിളിക്കുന്നത്. അപ്പം തിരിച്ചങ്ങനെ വിളിക്കണമല്ലോ, സബ്സ്ക്രിപ്ഷൻ ഓളിൽ നിന്ന് അങ്ങോട്ട് വിളിക്കണമല്ലോ, ഇല്ലേ? അതല്ലേ നിങ്ങളുടെ പരിപാടി. നിങ്ങൾ കാണിക്കുന്നതല്ല, നിങ്ങൾക്ക് ഭയങ്കര വിചാരമുണ്ട്. നിങ്ങൾക്ക് പൈസ, അതാണ് നിങ്ങളുടെ മുഖ്യ ലക്ഷ്യം. അത് നിങ്ങൾ പറയാതെ എല്ലാത്തിലൂടെയും പറയും. ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. പണം കിട്ടിയാൽ ഏത് പണിക്ക് നിങ്ങൾ നിൽക്കുന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. പിന്നെ ഇതിനെപ്പറ്റി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ഇവർ പറയുന്നുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. ഇവർ വലിയ ഗമയിലും വലിയ മിടുക്കിലും വലിയ അഭിമാനത്തോടു കൂടി ഇത് പറയുന്നുണ്ടല്ലോ. കിച്ച് ഇവരെ എതിർത്തതിൻ്റെ മുഖ്യ കാരണം ഇതാണ്. ഇവർ ഇങ്ങനെയുള്ള നാറിയ വർത്തമാനങ്ങൾ വന്നെന്ന് പറയുമ്പം ആ കൊച്ചിന് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അതിന് ശരിക്കും നാണക്കേടുണ്ട്. അതും അമ്മയെന്നാണ് ഇപ്പോഴും വിളിക്കുന്നവരെ. അതുകൊണ്ടാണ് ആ കൊച്ചു ഇത്രയും എതിർത്തത്. അതാരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും കിച്ചു രേണു നോക്കി രേണു വളർത്തി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ആ വരുന്നവരാരും ഈ കൊച്ചി അനുഭവിക്കുന്ന നാണക്കേടിനെ പറ്റി ചിന്തിക്കുന്നില്ല. 300 സംതിങ് ഒക്കെ കഴിക്കാം. നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കൊള്ളിക്കുന്നത് കൊണ്ടാണല്ലോ അവര് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ചേട്ടാ ബൈ. ആ പറഞ്ഞ വർത്തമാനം കേട്ടോ, കുളിർമ കൊള്ളിക്കുന്നുണ്ടല്ലോ എന്ന്. നിങ്ങൾ ഇപ്പോൾ ഈ രേണുവിന് സൈഡ് നിൽക്കുന്നവർ, ഞാൻ പറയാൻ വിട്ടുപോയി, അതിന് രേണുവിനെ സപ്പോർട്ടുള്ളവരൊന്നും ഇങ്ങോട്ട് വലിഞ്ഞു വന്ന് കയറണ്ടെന്ന് പറയാൻ വിട്ടുപോയി. ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ചാനൽ നിങ്ങൾ തുടങ്ങുമോ? ഇങ്ങനൊരു കാര്യം നിങ്ങൾ കാണിക്കുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് അത് പുറത്തിറങ്ങി നടക്കാൻ മേലത്തിന് നാണക്കേട് നിങ്ങൾ വരുത്തി വെക്കുമോ? അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ നീ എല്ലാവരും പറയുന്നത് അവർ ജീവിക്കട്ടെ, അവർ ഉണ്ടാക്കട്ടെ. അവരുണ്ടാക്കി, ശരിക്കും ഉണ്ടാക്കി. അവർ ഈ പ്രാവശ്യം ഗൾഫിൽ പോയ സമയത്ത് അവരവിടെ നിന്ന് വീഡിയോ ചെയ്തായിരുന്നല്ലോ. അവർ പറഞ്ഞു, ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട്, ഞാൻ ഇഷ്ടം പോലെ സമ്പാദിച്ചു, എനിക്ക് എൻ്റെ അക്കൗണ്ടൊക്കെ ഏതാണ്ട് ഓക്കെ ആയിരുന്നു, സാമ്പത്തിക സ്ഥിതി ഓക്കെ എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ ശരിക്കും ഉണ്ടാക്കുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇല്ലേ? നിങ്ങൾ ഈ വിധവകളെന്ന് പറഞ്ഞ് കൂലിപ്പണിക്കും പോയി, അല്ലെങ്കിൽ വല്ലവരും വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനി ജോലിക്ക് പോയി അങ്ങനെ ജീവിക്കുന്ന പോലെ അല്ല രേണു ജീവിക്കുന്നത്. രേണുവിന് നിമിഷങ്ങൾ കൊണ്ട് പൈസ ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്ത് രേണുവിന് പൈസ ഉണ്ടാക്കാൻ അറിയാം. അപ്പം നിങ്ങൾ ഇനി എങ്ങനെയും ഈ പാവങ്ങൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗ് കൊണ്ട് വരല്ലേ കേട്ടോ. ആ പാവപ്പെട്ടതല്ല ഇപ്പം പണക്കാരി എങ്ങനെയും ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ഇനി വന്ന് പറയാവുള്ളൂ.
അതൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരുടെ ഒരു സന്തോഷവും ആ ഒരു തൊലിഞ്ഞ ചിരിയും കണ്ടു. ഒരു തൊലിഞ്ഞ ചിരിയാണ് ചിരിക്കുന്നത്. ആ തൊലിഞ്ഞ ചിരിയും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് തുടങ്ങിയതുകൊണ്ട് പൈസ കിട്ടുന്നത് ആർക്കെങ്കിലും മോശമാണോ എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി ചോദിച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ പുള്ളിക്കാരി കുളിർമ കൊള്ളിക്കുമല്ലോ. കുളിർമ കൊള്ളിച്ചാലല്ലേ വീണ്ടും ആൾക്കാർ വരുള്ളൂ. എന്നാണെങ്കിലും കുളിർമ കൊള്ളിക്കുന്നുണ്ട്, ആ കുളിർമ മൊത്തം എടുത്ത് വെളിയിലോട്ട് വരുന്നതുകൊണ്ട് ഇവർ ചോദിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ കാണിക്കുമോ വീഡിയോയിലൂടെ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് കാണിക്കാൻ ആഗ്രഹമില്ലെന്നില്ല പുള്ളിക്കാരിക്ക്. കാണിക്കാൻ ആഗ്രഹമുണ്ട്. പുള്ളിക്കാരിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടം, കുളിർമ കൊള്ളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് എടുത്തിടുമല്ലോ. ആ ഒരൊറ്റ പേടി കൊണ്ടാണ് ഇവർ മര്യാദയ്ക്ക് ഇത്രയും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്നതിനാണ് ഈ വല്ലവരും കരുതി. നമ്മൾ ഇങ്ങനെയുള്ള പലരുടെ വീഡിയോസ് എടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയേലും ആൾക്കാരൊക്കെ കുറച്ചെങ്കിലും ഒന്ന് മാന്യമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും, അത് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരെങ്കിലും കാണും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അവർ തോന്നിവാസങ്ങൾ കുറേയെങ്കിലും കുറച്ച് നിർത്തുന്നത്. ഇപ്പോൾ പുള്ളിക്കാരുടെ വായും തന്നെ അതൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഇവരെ മനസ്സിലാക്കി, ഇവർ നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ രേണുസുതി എന്ന് പറയുന്നത്. അത് തലയിൽ ഇച്ചിരിയെങ്കിലും വെട്ടം വിളിച്ചുള്ളവർക്ക് അത് മനസ്സിലാകും. പിന്നെ ഇവർ തന്നെ ഫേക്ക് ഐഡിയിലൂടെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവക്ക് എന്നാന്ന് വെച്ചാൽ അവക്ക് ദേഷ്യം, അവളെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അവക്ക് കാല് നേരെ നടക്കാൻ പോലും ഇല്ലാത്ത ഒരുത്തിയാന്ന് എനിക്ക് മനസ്സിലായി. അവൾക്ക് കാലും 3 or 4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾക്ക് വിധവയൊന്നും അല്ല, അവള് വിധവയാന്ന് പറഞ്ഞത്. ഇപ്പം 3 or 4 മാറി മാറി ഭർത്താക്കന്മാരൊക്കെ ഉള്ളവളാണ്. എനിക്കറിയത്തില്ല അവൾക്ക് എന്താ സോക്കേടെന്ന് എനിക്കറിയത്തില്ല. അവിടെ തന്തയായിരിക്കും മറ്റേ ഇത് കൊണ്ടുവരുന്നത്, ഡ്രഗ് മാഫിയ കൊണ്ടുവരുന്നത്. ഇത് അവർ പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞാണ് അവരെ ചീത്ത വിളിക്കുന്നത്. ഇവർ ഈ വീഡിയോ എടുക്കുന്നവർ ഇതിലേക്ക് ഇവർ പറയാത്ത കാര്യങ്ങൾ കിച്ചു പറയാത്ത പിന്നെ ചിലതൊക്കെ രേണു തിരുത്തുന്നുണ്ട് കേട്ടോ. രേണു തിരുത്തുന്നുണ്ട്, അങ്ങനെ അല്ല അത് പറഞ്ഞ് ഇങ്ങനെ രേണു പറയുന്നുണ്ട് ഞാൻ വീഡിയോ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് മുഴുവൻ കണ്ടില്ല, പക്ഷേ അതിനകത്ത് കാര്യങ്ങളെല്ലാം അറിയാം രേണുവിനെ. രേണു പറയുന്നുണ്ട് അങ്ങനെ അല്ല പറഞ്ഞത്. കാര്യം രേണുവിനെ ബാധിക്കുന്ന രീതിക്ക് ഒരു കാര്യം പറയുമ്പോൾ രേണു പറയുന്നുണ്ട് അതങ്ങനെ അല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്. അതിന് രേണുവിനെ ന്യായീകരിക്കാനും കൂടെ ആയിട്ടുള്ള ഒരു കാര്യം അതിനകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രേണു പറയും ഞാനത് കണ്ടില്ല മുഴുവൻ, അങ്ങനെയാണോ പറഞ്ഞത് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഷെബീന ബിബിയാണ് പറഞ്ഞത് എനിക്ക് വയ്യ എൻ്റെ അമ്മോ ഞാൻ കേട്ടോ. അവർ ശരിക്കും ഒരു തലക്കേക്കുവാണ്. ഇപ്പോൾ അവർക്ക് 3-4 കെട്ടിയോണ്ടെന്ന് രേണു പറഞ്ഞില്ലേ. രേണുവിൻ്റെ ഓരോ കെട്ടിയന്മാരെ പുള്ളിക്കാർ സുധിയായിട്ട് വിവാഹം കഴിച്ചതിന് ശേഷം ഉള്ള ആ ഒരു തോന്നിവാസങ്ങൾ മൊത്തം അവരിപ്പോൾ പൊക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് ഞാൻ പറഞ്ഞില്ല ഈ റിയാക്ഷൻ വീഡിയോക്കാരുടെ കൈ മിക്കവരുടെ കയ്യിലും ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. കാര്യം അവരെ കിട്ടുന്നൊന്നും അവർ പെട്ടെന്ന് എടുത്ത് അത് പുറത്തേക്ക് ഇടത്തില്ല. അവർക്കിട്ട് എന്തെങ്കിലും ഒരു പണി വരുന്നതെന്ന് അറിയുമ്പോൾ മാത്രമേ ഉള്ളൂ അവരതെല്ലാം എടുത്ത് പുറത്തോട്ട്. അത് ഷെബീന ബീവി ആണെങ്കിലും വിവിയാണ് എല്ലാവരുടെയും കയ്യിൽ, അവരുടെ കയ്യിൽ എപ്പോഴും ഒരു വെടിക്കുള്ള മരുന്ന് ഇരിപ്പുണ്ട് കയ്യിൽ. അത് വെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാര്യം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരിതെല്ലാം എടുത്ത് പുറത്ത്. വിവി തന്നെയല്ലേ പറഞ്ഞിട്ട് അതിൽ അങ്ങനെ കുറേ പേരുണ്ട്, മനു അങ്ങനെ ഒത്തിരി പേര്, വിച്ചു അങ്ങനെ കുറേ പേരുണ്ട്. ഇവരെല്ലാം കയ്യിലെല്ലാം ഉണ്ട്. ഡാനി അത് കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് ആവശ്യം വന്നാൽ എടുത്ത് പുറത്തിടും എന്ന് പലരുടെയും കാര്യത്തിൽ പറയുന്നുണ്ട്. എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കിട്ടും, അത് സ്റ്റോക്ക് ചെയ്ത് വെക്കും എല്ലാവരും. അപ്പം അവരെ വിളിച്ചതിന് അവർ പറയുന്നുണ്ട് ബാംഗ്ലൂർ വരെ അവർ പോയതാണ്. അവരുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും പോയി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർ പറയുന്ന കാര്യങ്ങൾ എന്നാക്കുന്നത്. പിന്നെ ഞാനതെടുത്ത് ഇതിനകത്തൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കതൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ അവർ തമ്മിലുള്ള അടിയും വഴക്കൊക്കെയാണ്, അത് അവർ തമ്മിൽ തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പറ്റി എനിക്ക് പറയാനുള്ളത്, സുധിച്ചേട്ടൻ നിങ്ങൾക്കൊക്കെ അറിയാം, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ തന്നിരിക്കുന്നത് കുറച്ച് കടങ്ങളും കുറെ പ്രാരാബ്ദങ്ങളും 2 മക്കളെയും തന്നിട്ടാണ് സുധിച്ചേട്ടൻ മരിച്ചുപോയത്. ഒരുപാട് സ്വത്തുക്കളോ ഒരു സ്വത്ത് തരാതാണ് സുധിച്ചേട്ടൻ മരിച്ചുപോയത്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ 2 മക്കളെ നന്നായിട്ട് ഞാൻ നല്ല നിലയിൽ നോക്കിയിട്ടുണ്ട്. കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പൊ കിച്ചുവിന് 10-22 വയസ്സായി, പ്രായപൂർത്തിയായ ഒരു മകനാണ്. സോ അവനിപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കാറൊക്കെ ആയി. പിന്നെ അവൻ എന്ത് പറയട്ടെ, അവന് എന്താ പറയാ, അവൻ വന്ന് പറയുന്ന അവന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും. ഇപ്പൊ അതിനകത്ത് വിയോജിപ്പോ കാര്യങ്ങളോ അവൻ ആരോടോ പിണക്കങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവർ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് കിച്ചുവിന്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. 10-22 വയസ്സെന്ന യുവാവാണ്, അവന് പറയാനുള്ള ഇതുണ്ട്. അവന് അപ്പം തന്നെ ഇവർക്ക് ചിന്തിച്ചുകൂടെ ഷെബീന ബീവി എന്ന് പറഞ്ഞിട്ടല്ല കിച്ചു ഒന്നും പുറത്ത് പറഞ്ഞത്. ആ ഒരു കാര്യത്തിനാണ് സത്യം പറഞ്ഞാൽ അവർക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവർ ആ ഒരു അവിടെ പോയില്ലായിരുന്നെങ്കിൽ രേണു ഇത് 6 തല വെക്കുമായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നു കേട്ടോ. 6 തല ഇവരിത് വെക്കുമായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഇവർ പറയുന്നു സുധിച്ചേട്ടൻ പോയ സമയത്ത് ഒന്നുമില്ലായിരുന്നു, കുറച്ച് കടങ്ങൾ മൊത്തം ഒരു വീഡിയോ, സുധി വരുത്തി വെച്ച കടങ്ങളെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ ആ കടങ്ങൾ ഒരു മൊത്തം വീഡിയോ. ആ കടങ്ങൾ പോട്ടെ, ആ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ വാടകയെങ്കിലും ഇവർ കൊടുത്തോ. മറ്റേ സുധി വരുത്തി വെച്ച കടങ്ങളാണെന്ന് നമുക്ക് വിചാരിക്കാം. ഇവരെല്ലാം കൂടെ താമസിച്ചൊരു വീടുണ്ടായിരുന്നല്ലോ, ആ വീടിൻ്റെ വാടകയെങ്കിലും ഇവർ കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഇവർ പറയുന്നു ഒന്നും ഇല്ലായിരുന്നു. അവർ ഇതായിട്ട് ഇവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് സുധിച്ചേൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരെന്നതോ പഠിക്കാനായിട്ട് പോയതാണ്. ഇവരെന്നതോ പഠിക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്താണ് ഇതിൻ്റെ ഇടയ്ക്ക്. അത് കഴിഞ്ഞാണ് ഇവർ ഈ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഇറങ്ങി. അത് ഞാൻ നോക്കട്ടെ, എൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാനത് ഇടാം, ഇല്ലെങ്കിൽ ഇടത്തില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ ഞാൻ ഇടാം, ഇല്ലെങ്കിൽ ഇടത്തില്ല. 2 പേരെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ മക്കളെന്നാണ് വിളിച്ചത്, മക്കളെന്നാ വന്ന് എന്നെയും മോനെയും കണ്ടോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇവരെ 2നെ ഒരുമിച്ച് പോയി എറണാകുളത്ത് പോയി കണ്ടു.
കണ്ടു കഴിഞ്ഞപ്പം മോനെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവനാണ് പറഞ്ഞത് സുധിച്ചേട്ടനോട്, അച്ഛാ നമുക്ക് ഈ അമ്മേനെ മതി കേട്ടോ, നമുക്ക് ഈ അമ്മേനെ എടുത്താലോ. അപ്പം ഞാൻ പറഞ്ഞു, സുധിച്ചേട്ടാ എനിക്ക് സമ്മതമാണ്, കാരണം കുഞ്ഞല്ലേ അങ്ങനെ പറഞ്ഞത്, എനിക്ക് സമ്മതമാണ്, എനിക്ക് നിങ്ങൾ രണ്ടുപേരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ലൈഫിലേക്ക് ഞാൻ കടന്നു ചെന്നു. അങ്ങനെയാണ് സുധിച്ചേട്ടൻ്റെ ലൈഫിലേക്ക് ഞാൻ അതായത് രജിസ്റ്റർ മാരേജ് ചെയ്ത് ഭാര്യയായിട്ട് ഒഫീഷ്യലായിട്ട് ഞാൻ ചെല്ലുന്നത്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ ജീവിക്കും. പിന്നെ ഞാൻ ആലോചിച്ചു, കിച്ചു ഇനിയും അച്ഛൻ മരിച്ചു പോയല്ലോ, ഇനി കിച്ചു ഇനി എന്നെ ഇട്ടിട്ട് പോവോ, എൻ്റെ കിച്ചുവിൻ്റെ അനിയനെ ഇട്ടിട്ട് പോവോ. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നപ്പോഴാണ് കിച്ചു എൻ്റെ അടുത്ത് ഏട്ടൻ്റെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് വൈകിട്ട് എൻ്റെ അടുത്ത്, അമ്മ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല കിച്ചു ഞാൻ കഴിച്ചില്ല. അമ്മ കഴിച്ചേ. അവൻ എനിക്ക് ഫുഡ് വിളമ്പി തന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ അടുത്തിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, കിച്ചു നീ ഇനി ഞങ്ങളെ ഇട്ടിട്ട് കൊല്ലത്ത് പോവോ, ഏട്ടൻ്റെ വീട്ടിൽ പോവോ, അച്ഛൻ്റെ വീട്ടിൽ പോവോ. അമ്മ എന്താ അമ്മ ഈ പറയുന്നത്, ഞാൻ എൻ്റെ അമ്മേനെ എൻ്റെ അനിയനെ ഇട്ടിട്ട് പോകാനോ. ഇപ്പം എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഒരു 6 മാസത്തെ കോഴ്സ് GTech കോട്ടയത്ത് GTech എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പഠിക്കുന്നുണ്ട്. DCAക്ക് ഞാൻ ചേർന്നു. അത് നന്നായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. മൂത്ത മോൻ +2 പഠിക്കുന്നു, അവനെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞ് LKGയിലാണ് പഠിക്കുന്നത്, അവനെയും പഠിപ്പിക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ ഇവര് ഈ പറയുന്ന ഒരു കാര്യം തന്നെ അത്രയും കടങ്ങൾ വരുത്തി വെച്ചു. സുധിയുടെ അക്കൗണ്ടിൽ വന്ന പൈസ താജ് എന്ന് പറഞ്ഞ ആൾ നമ്മൾ പറയുന്നത് കേട്ടാണ്, അതിനകത്തേക്ക് ലക്ഷങ്ങളാണ് വന്നത്. ആ പൈസയ്ക്കൊന്നും കണക്കും ഇല്ല. അത് എടുക്കണമെങ്കിൽ അതൊക്കെ ഷെബീന ബീബി പറയുന്നുണ്ട്, അതൊക്കെ അവരുടെ വീഡിയോയുടെ പറയുന്നുണ്ട്. അത് താജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അതിൽ നിന്ന് എടുക്കണമെങ്കിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്കും എടുക്കാം, പക്ഷേ അതിന് ഏതാണ്ട് ലീഗലി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ മരണപ്പെട്ട് പോയ ആളുടെ പൈസ എടുക്കാൻ. അങ്ങനെ ഏതാണ്ടൊക്കെ ഇതുണ്ട്. അതൊന്നും ചെയ്യാതാണ് ഇവർ അതിൽ നിന്ന് പൈസ മൊത്തം പിൻവലിച്ചേക്കുന്നതെന്നും ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇവർക്ക് അത്യാവശ്യം ഇവർക്ക് ഒത്തിരി പേര് ലക്ഷ്മി നക്ഷത്രം സഹായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഇവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ സഹായിക്കുന്നതുകൊണ്ടാണ് ഫ്ലവേഴ്സ് തന്ന ജോലി അവർ വേണ്ടാന്ന് പോലും വെക്കാനുള്ള കാരണം. അതാണ് അവർക്കൊരു ജോലി കിട്ടും. നമുക്ക് സാധാരണ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, ഒരു നിൽക്കക്കള്ളിയില്ല, നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരാളൊരു ജോലി തരുമ്പോൾ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കും. ഒരു ജോലി ആവില്ല, അത്രയെങ്കിലും ഒരു ആശ്വാസമാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമ്മൾ ചിന്തിക്കും. പക്ഷേങ്കിൽ ഇവരത് വേണ്ടാന്ന് ഇവർ ശക്തമായിട്ട് പറയുകയാണ് ചെയ്തത്. ഇവർക്ക് ആ ജോലി വേണ്ടാന്ന് പറയും. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഇവർ കൈ വരുന്നുണ്ടെന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഇവർ പറയുന്നത് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പറയും, പെങ്കൊച്ച് പാവം, അത് സുധി പോയപ്പം കടമായിരുന്നു, അത് കടം വീടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ച്. എത്ര കടം വീടിയെന്നും കൂടെ രേണു ഒന്ന് പറയണം. സുധിയുടെ കടം എത്രയൊക്കെ വീടി എന്നൊന്ന് പറയണം കേട്ടോ. അതും കൂടെ ഒന്ന് കാണിച്ചു തരണം. വീടി കടങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരണം. കടം വീടി ഇങ്ങനെ വാ തുറന്ന് ഈ ഒരു സിമ്പതിയിലൂടെയാണ് ഇവർ ഓരോ കാര്യങ്ങളും ഇവരതൊക്കെ പറയുമ്പോൾ ഒരു ഭവിതയോട് ഇവർ ശരിക്കുള്ള സ്വഭാവം ആണെങ്കിൽ ഇവരെ 2 പറയണം. അപ്പോൾ ഇവർ തനി സ്വഭാവം നമുക്കറിയാൻ പറ്റും. പിന്നെ 2 കുഞ്ഞുങ്ങളെ വളർത്തിയെന്ന് പറയുന്നു. ആ റിതപ്പനെ എന്നതാണ് ഇവർ ശ്രദ്ധിക്കുന്നത്. ആ കൊച്ചിൻ്റെ കഴുത്തിന് പുറകിൽ ഒരു മുറിവ് വന്നിട്ട് അത് എന്നാന്ന് പോലും ഇവർക്ക് അറിയത്തില്ലായിരുന്നു. ഇവർ 2 മക്കളെ വളർത്തിയെന്ന് പറയുന്നത് ആ മുറിവ് എൻ്റെതാന്ന് പോലും ഇവർക്ക് അറിയത്തില്ലായിരുന്നു. ഇവരുടെ മുറിവ് എന്നാന്ന് ചോദിച്ചപ്പോൾ ഇവർ അവരുടെ അമ്മയോട് ചോദിക്കുന്നത്, അമ്മ ഇത് എന്നാ പറ്റി, അമ്മ ഇത് എന്നാ കടിച്ചതാമേ എന്ന് ചോദിക്കുന്നത്. അന്ന് ഇവർ വലിയ തിരക്കും കാര്യങ്ങളായിട്ടൊന്നുമില്ല. സുധിയുടെ ആൻറ്റീനാണ് അതിങ്ങനെ ചോദിക്കുന്നവരും. കൊച്ചിൻ്റെ കഴുത്തെ റൗണ്ടിൽ ഒരുമാതിരി പരുവ് മാതിരി വന്നിച്ച് അത് എന്നതോ കടിച്ചതാണ് അതിന് ആ ഇത് എന്നതാന്ന് പോലും രേണുവിന് അറിയത്തില്ല. 2 കുഞ്ഞ്, സ്വന്തം ജന്മം കൊടുത്ത കുഞ്ഞിനെ. പിന്നെ ഒരു കുഞ്ഞുള്ളത് അത് എവിടെ ആയിരുന്നു, അത് അതിൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി. അവിടെ അത് എന്നതോ ജോലി ചെയ്യുന്ന റബ്ബറിൻ്റെ അവിടെ ജോലി ചെയ്യുന്ന കണ്ടപ്പം സുധിയുടെ ചേട്ടൻ്റെ വൈഫിന് അത് കണ്ട് സങ്കടം വന്നിട്ട് അവരാണ് അതിനെ വിളിച്ചത് ഇങ്ങനെ ബാന്നും പറഞ്ഞിട്ട്. ഷബീന ബീബി പറയുന്നിട്ട് ആ കുഞ്ഞിനെ ഇപ്പോഴും ഒരു ജോലിക്ക് വിടാൻ അവർ തയ്യാറല്ല. ആ സുധിയുടെ വീട്ടുകാർ തയ്യാറല്ല അതിനൊരു ജോലിക്ക് വിടേണ്ട, അത് പഠിക്കട്ടെ. അതിൻ്റെ പഠിത്തം പോലും മുടങ്ങിയതല്ലോ, അതുപോലും രേണു അറിഞ്ഞില്ലായിരുന്നു. രേണു എല്ലാവരും പറഞ്ഞിടക്കുന്നുണ്ടല്ലോ, ഫ്ലവേഴ്സാണ് പഠിപ്പിക്കുന്നത്, ഫ്ലവേഴ്സാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറയാം. ആ കൊച്ച് അതിൻ്റെ പഠിത്തത്തിനുള്ള ഫീസ് കിട്ടുന്നില്ല, അതിന് പഠിത്തം മുടങ്ങി എന്ന് പോലും രേണു അറിഞ്ഞില്ല. പിന്നെ എന്നതാണ് മക്കളെ വളർത്തി എന്ന് പറയുന്നത്, ആ കൊച്ചിനെ വളർത്തി എന്ന് പറയുന്നത് എന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്നത്, അയ്യോ രേണുവിന് കിച്ചുവിനെ വളർത്തേണ്ട കാര്യമുണ്ട്, അവൻ്റെ അച്ഛൻ്റെ പൈസയാണ് എടുത്തിട്ട് ഇവരെല്ലാം ജീവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും അവൻ്റെ അച്ഛൻ്റെ പേര് തന്നെയാണ് ഇവരെല്ലാം ജീവിച്ചു പോകുന്നതും. അതൊന്നും ആർക്കും പറയാനായിട്ടില്ല, അതൊന്നും ആരും പറയുന്നുമില്ല. ഒരു രേണുക്കുണി സത്യം പറഞ്ഞാണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഈ നുണകൾ പറയുമ്പോഴാണ് ഇവരെ വീണ്ടും നമ്മൾ വെറുത്തു പോകുന്നത്. കിച്ചു ഞാൻ പറഞ്ഞില്ല, സ്വന്തമായിട്ട് സമ്പാദിക്കുമല്ലേ, അവനെ ഒരുപാട് പേര് ചേർത്ത് പിടിക്കാനുണ്ടെന്നും ഒക്കെ പറഞ്ഞ ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ടല്ലോ. നല്ല കാര്യമല്ലേ. സ്വന്തമായിട്ട് 18 വയസ്സല്ലല്ലോ, 22 വയസ്സായില്ലേ, വലിയ കുട്ടിയായില്ലേ അല്ലേ, യുവാവായി. ഇപ്പൊ പറയുന്നുണ്ടല്ലോ, അവർ ചോദിക്കുന്നുണ്ട് കിച്ചുവിനെ ഇനി രേണു ശ്രദ്ധിക്കുമെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. കിച്ചുന് ശരിയാണ്, 22 വയസ്സായി, സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാം, ജീവിക്കാം. പക്ഷേ ഈ കിച്ചു ഇപ്പോൾ എവിടെ താമസിക്കുന്നത്, ആ വീട് ആരുടെയൊക്കെ പേരിലാണ് ആ വീടുള്ളത്? ഋതപ്പൻ്റെയും കിച്ചുവിൻ്റെയും പേരിൽ. അവർ 2 പേരിലുള്ള വീടാണത്. ആ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്? അതൊന്നും പറയുന്നത് ഒരു തൊലിക്കെട്ടി എന്ന് പറയുന്ന ഇവർക്കില്ല കേട്ടോ. അതല്ലെങ്കിൽ ഇവർക്കില്ല. ഉണ്ടെങ്കിൽ ഇവർ ആ പെയ്ഡ് വീഡിയോയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെ വന്ന് ഇത്ര ഇതായിട്ട് നമുക്കൊരു അഭിമാനം വേണ്ടേ, ഒരു തൊലിക്കെട്ടി എന്നുള്ള സാധനം വേണ്ടേ? അതൊന്നും ഇല്ലാതെ ഇവർ കിടന്ന് ഈ പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ഇവർ പറയുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ആ വീട്ടിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത് അവൻ ജീവിക്കട്ടെ, അവൻ്റെ ഇഷ്ടത്തിന് പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞത്. ആ കൊച്ച വീട്ടിലേക്ക് തിരിച്ച് ചെല്ലുവാണെങ്കിൽ ഇവർ സമ്മതിക്കോ താമസിക്കട്ടെ? ഒരിക്കലും ഇല്ല.
അല്ലേ നിങ്ങൾ നോക്കിക്കോ, ഇത് പറയും. പക്ഷെ ഇവർ ആ കൊച്ചിന് ചെവിതല കൊടുക്കല്ല വീട്ടിൽ ചെന്നാൽ എല്ലാം കൂടെ കൂടി അതിനെ തല്ലിക്കൊല്ലും. ഞാൻ തല്ലിട്ടില്ല, ഋതപ്പനെയും തല്ലിയിട്ടില്ല, ഞാൻ ആരും തല്ലിയിട്ടില്ല. അങ്ങനെ ഞാൻ തല്ലിയിട്ടില്ല. അല്ല രേണു, അതാണ് വിമർശനങ്ങൾ ഒന്ന് പറയുന്നത്. കാര്യം ഷൂട്ട് സമയത്ത് കിച്ചുവിന് ഇഷ്ടം ഉണ്ടായിട്ട് പോലും കിച്ചുവിനെ വീട്ടിൽ ഒറ്റക്കെട്ടിട്ട് പോയി എന്നൊക്കെ പറയുന്നത്. ഒറ്റക്കെട്ടിട്ട് പോയെന്നല്ല പറഞ്ഞ, വീട്ടിലെന്ന് പോകുന്നതിന് വഴക്ക് പിടിച്ചെന്നാ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്. രേണു വീഡിയോ ഒന്നും കാണുന്നുമില്ല, പക്ഷെ അതിനകത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതിന് ആരോ ചോദിച്ചു കിച്ചുവിനെ, അത് പറയും ഇപ്പന്മാരൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ കണ്ടിട്ടാണോ വന്ന് ചോദിക്കുന്നത് എന്നുള്ളതാണ്. കുറേ പേര് വന്ന് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെയാണ് ഇവർ ചിലപ്പോൾ പൊട്ടത്തരം പിടിച്ച് മറുപടി വരും. ഇത് എന്നത് ബുദ്ധിപൂർവ്വമായിട്ട് സംസാരിച്ച് കാര്യം എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പറഞ്ഞ് എന്ന് പറഞ്ഞ് തിരുത്തി പറഞ്ഞ്. അപ്പം പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടോ, കിച്ചുവിനെ രേണു ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ ആരുടെ അടുത്തും. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ നിമിഷം വരെ രേണു കിച്ചുവിനെ പറ്റി ഒരു മോശമായിട്ടൊരു കാര്യവും പറഞ്ഞിട്ടില്ല, ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇനി ഇവർ വ്യക്തിപരമായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എങ്കിൽ മീഡിയയുടെ മുന്നിൽ ഒരിക്കലും കിച്ചുവിനെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, രേണു അതിലൊരു ബുദ്ധിയായിരിക്കും. കിച്ചുവിനെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ആൾക്കാരെല്ലാം തിരിയുമെന്ന് രേണുവിനറിയാം. അതുകൊണ്ടാണ് രേണു കിച്ചുവിനെ പറ്റി മോശമായിട്ടൊന്നും പറയാത്തത്. കാര്യം കിച്ചു എന്ന് പറയുമ്പം അപ്പനും ഇല്ല അമ്മ ഇല്ലാത്തൊരു കുഞ്ഞിനൊരു പരിഗണന എല്ലാവരും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം കിച്ചുവിനെ പറ്റി ഒരിക്കലും ഒരു മോശമായിട്ട് പറയാത്തത്. അവർക്ക് കിച്ചുവിനോടുള്ള ദേഷ്യം മുഴുവനാണ് അവർ ഷെബീന ബീബിയുടെ അടുത്തോട്ട് തീർക്കുന്നത്. കിച്ചുവിൻ്റെ അടുത്തിട്ട് അവർക്ക് നേരിട്ട് തീർക്കാൻ പറ്റത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ തീർത്താൽ ഇവർക്ക് അവിടെ തീരുന്നു ഇവരുടെ ആ ഒരു ഇതെന്ന് ഇവർക്കറിയാം. ഇവരുടെ കൂടെയുള്ള മുഴുവൻ ആൾക്കാരും ഇവർക്കെതിരാവുമെന്നും അറിയാം. പിന്നെ കിച്ചു വന്ന് അത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ഇവരുടെ കൂടെ നിൽക്കാനും ആൾക്കാരുണ്ട്. വീട് വിൽക്കുന്നതാണ് നല്ലത്, വിറ്റ് അത് കിച്ചുവിന് കൊടുക്കണം എന്നൊക്കെ ബ്ലോഗേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ബ്ലോഗേഴ്സ് പറഞ്ഞാൽ ബ്ലോഗേഴ്സ് വിറ്റ് കൊടുപ്പിക്കട്ടെ. അമ്മ എന്നുള്ള രീതിയിൽ അത് എനിക്ക് എന്തായാലും ദൈവം സഹായിച്ചൊരു എന്തായാലും സ്വന്തമായിട്ട് എനിക്കൊരു വീട് വെക്കും. ഞാൻ ഇപ്പോഴില്ല, 6 മാസത്തിനകം ഞാൻ എന്തായാലും. ഇതാണ് പറഞ്ഞത്. അവർ വെക്കട്ടെ, അത് നല്ല കാര്യമാണ് കേട്ടോ. കാര്യം വെച്ചാൽ വീട്ടിൽ കിടക്കുന്നതിന് അവർ ഒരുപാട് പേര് ഒരുപാട് മോശം വർത്തമാനം പറയുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിപ്പോ നാണമില്ല കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞവർ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് ന്യായമായിട്ടുള്ള കാര്യം. ഇവരുടെ വായിൽ വർത്തമാനം കൂടെ കൊണ്ടാണ് അങ്ങനെ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോ നാണമില്ലല്ലോ അവിടെ കിടക്കാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ എനിക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട്. അവരൊരു വീട് വെക്കുന്ന കാര്യം നല്ല കാര്യമാണ്, നല്ലതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുധിച്ചേട്ടൻ ഉണ്ടാക്കി വെച്ച കടകൾ എന്നിവർ പറഞ്ഞു. ആ സുധിച്ചേട്ടൻ ഇപ്പോൾ സുധി മരിച്ചിരിക്കുന്ന 4 വർഷം കണ്ടായും തോന്നില്ലേ, 4 വർഷം ആകാൻ പോകുന്നു. 4 വർഷം കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും വന്ന ഇവർ കടങ്ങൾ മുഴുവൻ വീടി ഇവരൊരു വീട് വെക്കാനായിട്ടുള്ള അത്രയ്ക്ക് ഇവർക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ മീഡിയ ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇവർ ആദ്യമൊക്കെ പറയേണ്ട ഒരു 5,000, 3,000, 4,000 ഒക്കെ കിട്ടാറുള്ളൂ. ഇവർ ഇതിലേക്ക് വന്നിട്ട് ഇപ്പോൾ 6 മാസമായുള്ളതെന്നാണ് ഇവർ തന്നെ പറയുന്നത്. ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇതായിട്ട് ഇവർക്ക് കുറേ ആൽബങ്ങളും ഇതൊക്കെ ആയിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഇവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി മാറ്റം വന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഇവർ ലക്ഷങ്ങളാക്കിയോ? അതാ പറയുന്നത്. ഇവർ സുധിയുടെ കടങ്ങളൊന്നും വീടാനോ ഒന്നും നിന്നിട്ടില്ല. ഇവർ ഉണ്ടാക്കി തുടങ്ങിയ കാലം മുതൽ സുധിയുടെ പൈസ കിട്ടിയത് മുതൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു, ഇവരുടെ അക്കൗണ്ടിൽ തന്നെയുണ്ട്. ഇപ്പം അവർ വെക്കട്ടെ, നല്ല കാര്യമാണ്. 6 മാസം കൊണ്ട് ഒരു വീട് വെക്കും. അവരെ പറഞ്ഞ കാര്യം നടക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരു വീട് വെച്ച് അവർ മാറട്ടെ. അപ്പോൾ കിച്ചുവിന് താമസിക്കാൻ ഒരു വീടാവുമല്ലോ. അമ്മ എനിക്ക് പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞ് രേണുവിന്റെ അടുത്തേക്ക് വന്ന് ചേർത്ത് പിടിക്കും. ഞാൻ പറഞ്ഞില്ലേ, സുധിച്ചേട്ടൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തെന്ന് പറഞ്ഞു. കിച്ചു ആണെങ്കിലും ഋതപ്പനാണെങ്കിലും രണ്ടുപേരും. ഇപ്പം ഋതപ്പൻ വലുതാകുമ്പോഴത്തേന് എന്തെങ്കിലും പറയുമെന്ന് നമുക്കറിയില്ല, നമുക്കറിയത്തില്ല. ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യം വ്ളോഗേഴ്സ് പറഞ്ഞ് ആ വീട് വിറ്റ് പൈസ കിച്ചു. പക്ഷെ അത് വ്ളോഗേഴ്സ് എന്ന് പറയേണ്ട, അത് ഷെബീന ബീബി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അല്ലാതെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അല്ലാതെ ആരും ഒരു ഡയലോഗ് പറഞ്ഞ് കേട്ടിട്ടില്ല. ആ വീട് വിറ്റ് കിച്ചിന് പൈസ. അപ്പോൾ ഋതപ്പൻ അവിടെ പോകും, ഋതപ്പൻ അതിൽ അവകാശമില്ലേ? അങ്ങനെ ഒരിക്കലും പറയത്തില്ല. കാരണം ഋതപ്പന് അവകാശം ഉണ്ടെങ്കിൽ രേണുവിനുണ്ട് അവിടെ അവകാശം. അവർക്ക് 3 പേർക്കും അവിടെ നല്ല അവകാശം തന്നെ, തുല്യമായിട്ടുള്ള അവകാശം തന്നെയെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ആ ഋതപ്പൻ്റെ അമ്മയാണ് രേണു, സുധിയുടെ മൂത്ത കൊച്ചാണ് കിച്ചുവിൻ്റെ അനിയനാണ് ഋതപ്പൻ. ഋതപ്പൻ്റെ കിച്ചുവിൻ്റെ പേരിലാണ് വന്നേക്കുന്നത്. പക്ഷേ രേണു അവരുടെ അമ്മ ആയതുകൊണ്ട് രേണുവിന് അതിന് അതുപോലെ തന്നെ അവകാശമുണ്ട്. അവരുടെ മക്കളുടെ വീട്ടിൽ താമസിക്കാൻ അമ്മയ്ക്ക് അവകാശമുണ്ട്. അല്ലാതെ ബാക്കിയുള്ളവർ അതിനകത്ത് ഇങ്ങനെ പെറ്റുപറ്റി കിടക്കുന്നതിനാണ് എല്ലാവരും പറയുന്നത്. ഷെബീന ബീബി മാത്രമാണുള്ളത് വീട്ടിൽ. കാര്യം വെച്ചാൽ ഇതെല്ലാം അതിനകത്തൊന്ന് ഇറങ്ങിപ്പോയി. ആ കൊച്ചിന് അങ്ങനെയും പ്രയോജനപ്പെടുത്തുന്ന രീതിക്കാണ് അവർ പറയുന്നത്. കാര്യം വീടോട് കിടക്കുന്നുണ്ട്, കിച്ചുവിന് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇവർ പറയുന്നുണ്ട് ഋതപ്പനും നാളെ എന്നെ തള്ളി പറയലെന്ന് പറയാൻ പറ്റത്തില്ലെന്ന്. അത് 100ൽ 100% രേണു. നിങ്ങളീ കാണിച്ചു കൂട്ടുന്ന കോലത്തിന് അവൻ നാളെ വളർന്നു വരുമ്പം അവനും അഭിമാനവും അന്തസ്സും ഉണ്ടെങ്കിൽ അവനൊരിക്കലും നിങ്ങളുടെ ഈ തോന്നിവാസങ്ങൾക്ക് അവൻ സപ്പോർട്ട് നിൽക്കത്തില്ല. അവൻ പറയും, അമ്മ ഒരു കൂലിപ്പണിക്ക് പോയി എന്നെ വളർത്തിയാലും മതിയായിരുന്നു, ഒരു ഓലപ്പര വീടായിരുന്നാലും മതിയായിരുന്നു, എനിക്ക് അഭിമാനത്തോടു കൂടി ഇറങ്ങി നടക്കാമായിരുന്നെന്ന് പറയും. അല്ലെങ്കിൽ അതിനൊരു സംശയം വേണ്ട. വലിയ വീട് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ പണം ഉണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ടും കാര്യം നമുക്ക് അഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് എത്ര കാശ് കൊടുത്താലും അത് കിട്ടുന്ന ഒരു കാര്യമല്ല. എല്ലാവരും പറയും പണത്തിന് മേലെ പരുന്ന് പറക്കുകയെന്ന് പറയും. പക്ഷേ ഒരു ജീവിതമൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു കുടുംബത്തിൽ നിന്നൊരു ആലോചനയൊക്കെ വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കുടുംബ മഹിമ എന്നൊക്കെ പറഞ്ഞ് എന്നാന്നുള്ളത് മനസ്സിലാകുന്നത്. അന്നേരമാണ് നമ്മൾ ചിന്തിക്കുന്നത്, നല്ലൊരു കുടുംബം അല്ലാതെ എൻ്റെ അമ്മ ഇങ്ങനെ കാണിച്ച് നടന്നല്ലോ എന്നും പറഞ്ഞ് നാളെ ഒരാൾ പറയാൻ വരുമ്പോഴാണ്. പിന്നെ ഇപ്പോഴുള്ള പിള്ളേരൊക്കെയാണ് എന്നതൊക്കെ പറയും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഒരു കുഴപ്പമില്ലാതെ നേരെ ചെവ്വേ അപ്പനമ്മയും മക്കളെ വളർത്തിയാൽ പോലും കുറേ കഴിയുമ്പോൾ തിരിഞ്ഞ് നിൽക്കുന്ന മക്കളുണ്ട്. അപ്പോൾ പിന്നെ ഈ മാതിരി തോന്നിയാസം കാണിച്ച് നിൽക്കുന്നിടത്ത് ഇതുപോലുള്ള ഇപ്പോൾ കുഞ്ഞിനൊന്നും അറിയില്ല, ഒന്നും
ചില സമയത്ത് അതിൻ്റെ ഇരിപ്പ് ഒക്കെ കാണുമ്പോൾ പാവം തോന്നാറുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു നോട്ടം ഇരിപ്പ് കാണുമ്പോൾ അങ്ങ് സങ്കടം തോന്നും. കാര്യം ഇതൊന്നും അറിയുന്നില്ലല്ലോ ഈ കുഞ്ഞെന്ന് ഓർക്കുമ്പോഴത്തേക്ക്. ഇവർക്ക് മാന്യമായിട്ട് ജീവിക്കരുത്. ഇവർക്ക് ഇനിയിപ്പോൾ ബാക്കി ഇവർ എന്നെ വേണമെങ്കിലും കഴിക്കണം. ഇവർ അഭിനയമാണെങ്കിലും പറയാം. ഇവർ തൊഴിലാണ് ഇവർ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇവരെ പെയ്ഡിലേക്ക്, പക്ഷെ അതിന് അവരിനി ഒരിക്കലും ഇവർ അഭിനയം നിർത്തിയാലും അത് ഇവർ നിർത്തത്തില്ല. കാര്യം അവർക്ക് ഈ പ്രാവശ്യം അതിലേക്ക് ലക്ഷങ്ങളാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഈ പ്രാവശ്യത്തെ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ലക്ഷങ്ങളാണ് അവർക്ക് വരുന്നത്. കാര്യം അതുപോലെ ഇന്നത്തെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. പിന്നെ ഇവർ പറഞ്ഞു ഞാൻ ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇവർ എത്ര പ്രാവശ്യം ചെയ്തു ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്, നിങ്ങളെല്ലാവരും വാ, പെയ്ഡ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞല്ലേ ഇവർ വിളിച്ച് വരുത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നത് ഞാൻ ആരും വിളിച്ചിട്ടില്ല എന്ന്. ഇവരങ്ങനെ തന്നെയാണ് വിളിച്ചത്. ഇപ്പോഴും ഇവർ പറയുന്നുണ്ടല്ലോ, അതിനകത്ത് വരുന്നവർക്ക് വേണ്ടത് ഒരു ലൈവിലൂടെ ഇവർ പറഞ്ഞല്ലോ, മോനെ എടുത്തോ, നീ ധൈര്യമായിട്ട് എടുത്തോ, ചേച്ചിയുടെ ഇത് കണ്ടവരോടൊക്കെ ചോദിച്ചാൽ മതി, എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ പൊളിയാണ്, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊന്നും ആരെയും അങ്ങോട്ട് വിളിച്ചതല്ലേ. പിന്നെ നിങ്ങൾ പറയും ഇതുപോലെ ആൾക്കാരൊക്കെ ഇതുപോലെ ചെയ്തിട്ടുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കാര്യം നിമിഷ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല അവരത്. നിമിഷ, പിന്നെ എൻ്റെ ഒരു ഞാൻ ഈയിടയ്ക്ക് അവരുടെ പേര് പറഞ്ഞാണ്, അവരുടെ പേര് എപ്പോഴും മറന്നു പോകും, ഒരു വണ്ണമുള്ളൊരു പുള്ളിക്കാരി, അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പേര്. പിന്നെ അടിപൊളിയായിട്ട് നിങ്ങൾ അതുപോലൊക്കെ ഒന്ന് ചെയ്യുക. ഏതാ നമ്മുടെ രഹന പാത്തുമയോ അങ്ങനെ ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, അവരൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട് അങ്ങനെയൊക്കെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നവർ. രേണു തുണി പറിച്ച് വേണേലും കാണിക്കും, രേണുവിന് പൈസ കിട്ടുമെന്ന് കഴിഞ്ഞാൽ. പക്ഷേ അത് വളർന്നു വരുന്ന കുഞ്ഞു നാളെ എന്താവും അതിൻ്റെ ഭാവി എന്നുള്ളത് വെച്ച് നമുക്ക് കുഴപ്പം, നമുക്ക് കണ്ടൻറ്റാണ്, നമുക്ക് യാതൊരു പ്രശ്നമില്ല, നമുക്ക് കണ്ടൻറ്റ് മാത്രമാണ്. നമ്മളിത് ചെയ്തു, രേണുവിൻ്റെ ഈ കാര്യം കഴിഞ്ഞു, ഇത് കഴിഞ്ഞ് അടുത്ത കണ്ടൻറ്റ് തേടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ റിയാക്ഷൻ വീഡിയോക്കാർ ഇത്രയും പറയുന്നത് നമ്മൾ അടുത്ത കണ്ടൻറ്റ് തേടി പോവാണ്. പക്ഷേ നിൻ്റെ കുഞ്ഞ് മൂത്ത കൊച്ചു നിന്നെ എതിർത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ കൊച്ചു ഇനി നിന്നെ എതിർക്കാൻ വരുന്നതേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം തിന്നാനിരിക്കുന്ന തന്തയും തള്ളേ സമ്മതിക്കാതെ പറ്റത്തില്ല കേട്ടോ, സമ്മതിക്കാതെ പറ്റത്തില്ല തന്തയും തള്ളേ. കാര്യം വെച്ചാൽ ഇന്നേ വരെ ഞാൻ അവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതിന് ബുദ്ധിയില്ലെന്ന് നമുക്ക് വിചാരിക്കാം, രേണുവിന് അതിന് ബുദ്ധിയും ബോധം ഇല്ലാത്തൊരു ജന്മമാണ്. പക്ഷേ അത് കൊണ്ടു കൊടുക്കുന്ന പൈസയ്ക്ക് പറയാലോ, മോളെ നീ അഭിനയിച്ച് എന്നെ വേണം ചെയ്തു, നീ അഭിനയിക്കാൻ പോകും, അങ്ങനെയുള്ള കാര്യങ്ങളോട് നീ പൈസ ഉണ്ടാക്കിക്കോ, ഇത് വേണ്ട മോനെ, ഇത് നമുക്ക് കുറേ കഴിയുമ്പോൾ നാണക്കേടാകും, നമുക്കൊരു കുഞ്ഞ് വളർന്ന് വരുന്നുണ്ട് എന്ന് പറയത്തില്ലേ. ഞാൻ പറഞ്ഞില്ല ഇവരൊരിക്കലും വിവാഹം കഴിക്കത്തില്ല. ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചിറക്കുന്ന ഒരാളെ ആരും കല്യാണം കഴിക്കേണ്ട. അതുകൊണ്ട് തന്നെയാണ് അവർ വിവാഹം കഴിക്കാനോട്ട് പോകുന്നില്ല. കാര്യം അവിടെ ഒരു കെട്ട് വീഴുവാണ് ചെയ്യുന്നത്. എത്ര പോങ്ങനാന്ന് പറഞ്ഞാലും അവൻ ചിലപ്പോൾ പറയും നീ ഇങ്ങനെയുള്ള ഇത് കാണിക്കരുത് എന്ന് പറയും. അല്ലേ പിന്നെ നിമിഷയുടെ ഒക്കെ കെട്ടിയോനെ പോലുള്ളതൊക്കെ ആയിരിക്കണം, കെട്ടിയോൻ തന്നെ വീഡിയോ എടുത്ത് പുറത്തോട്ട് വിടുന്നതായിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഓക്കെ, സമ്മതിച്ചു തരാം. എന്നാണേലും പുള്ളിക്കാരി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഭൂകമ്പൊക്കെ എന്നാന്നൊക്കെ ദൈവത്തിന് അറിയാം. ഷെബിന ബി വാരി അലക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിയൊക്കെ ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.